ഹേ ഹേ മൈ ബ്യൂട്ടിഫുൾ ബഡീസ്, ഇന്ന് നമുക്കൊന്ന് സ്നോ സിറ്റിയിലേക്ക് പോയാലോ? നമ്മളിപ്പോ അതിന്റെ എൻട്രൻസിന്റെ അവിടെ ആട്ടുള്ളത്. അവിടെ നമ്മൾ ഉള്ളോട്ടേക്ക് കയറുകയാണ്. നമ്മൾ അങ്ങോട്ട് കയറുമ്പോ തന്നെ കാണുന്നത് മറ്റേ ഫൺ വേൾഡിന്റെയും എക്വോറിയം പാരഡൈസിന്റെയും ഒക്കെ ഇതാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കല്ല പോണത്, നമ്മൾ സ്നോ സിറ്റിന്റെ അവിടേക്കാണ് പോകുന്നത്. നമ്മൾ പിന്നെ അവിടുന്ന് നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്കാണ് പോയത്. അവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ സ്നോ സിറ്റിയിലേക്ക് മാത്രമാണെങ്കിൽ 650, സ്നോ സിറ്റിയും ഐലൂഷനും കൂടി ആണെങ്കിൽ 850, സ്നോ സിറ്റിയും മാഡ് ലാബ്സും ഐലൂഷനും കൂടി ആണെങ്കിൽ 1200 ആണ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഉള്ളോട്ടേക്ക് കയറിയിട്ടോ. അവിടെ നമ്മൾ ചെരുപ്പ് അയച്ചും കൊടുക്കണം. അങ്ങനെ നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ചെരുപ്പ് അയച്ചും അവിടെ ഒരു തന്ന ഒരു ഇതിൻ്റെ അകത്ത് കിട്ടുങ്ങാണ്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അമ്മക്കുള്ള ഗ്ലൗസും ജാക്കറ്റും ബൂട്ടും ഒക്കെ വാങ്ങുകയാണ്. സാറും ഒക്കെ ജാക്കറ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഈ നടക്കുകയാണ്. നമ്മൾ പിന്നെ അതൊക്കെ എടുത്തുങ്ങാണ്ട് ഇട്ട് നോക്കുകയാണ്. അമ്മക്ക് പറ്റണത് തന്നെയാണോ, ഷൂസൊക്കെ കൊള്ളുമോ എന്നൊക്കെ നോക്കിങ്ങാണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. സാറുവിന് ഇതൊക്കെ ഇട്ടെടുത്ത പോക്കെന്തോ വലിയ സംഭവം കിട്ടിയ മാതിരി അവിടെ ചാടി കളിച്ച് നിൽക്കഴിഞ്ഞു. പിന്നെ ഇനി നമ്മൾക്ക് കയറാനുള്ള ടൈമായി. അപ്പം അവിടുത്തെ ഡോർ തുറന്നപ്പോൾ നമ്മളെ കൈൻ്റെ അകത്തേക്ക് കയറുകയാണ്. അവിടേക്ക് കയറിയപ്പോൾ തന്നെ ഒരു നല്ലൊരു വൈബ്. എന്തോ നമ്മളേതോ DJ പാർട്ടിക്ക് എങ്ങാണ്ട് പോയ മാതിരി ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളി വൈബിലുണ്ടായിരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് കൂടെ തിരിഞ്ഞപ്പോൾ തന്നെ ആ മാലാഗിയും റെയിൻബോയും ആണ് നമ്മളെ കണ്ണുപെട്ടത്. പിന്നെ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പിഞ്ഞുണ്ടായിരുന്നത്. സാറോ കഴിച്ചിട്ട കോയിനെ മാതിരി ഓടിച്ചാടി നടക്കുകയിഞ്ഞി. അവിടുന്ന് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും ഊതുമ്പോഴും ഒക്കെ ഇങ്ങനെ പുക മരി വരികഴിഞ്ഞു. നല്ല രസമുണ്ട് അതിങ്ങനെ വരുന്നത് കാണാൻ. പിന്നെ നമ്മൾ അവിടുത്തെ ഐസൊക്കെ എടുത്തുങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൽക്കി കഴിഞ്ഞു. എറിഞ്ഞെറിഞ്ഞ് നമ്മളെ മേത്ത് മൊത്തം അതേഞ്ഞു ഉണ്ടായിരുന്നത്. സാറൂട്ടിന് അവിടുത്തെ സ്ലൈഡിൽ കയറണമെന്നും പറഞ്ഞങ്ങാണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകണത്. ഇവക്ക് അവിടുന്ന് മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയാഞ്ഞിട്ട് ഇങ്ങനെ വീണൽക്കി കഴിഞ്ഞോള്. വന്നപ്പോൾ തന്നെ വീണ് കണ്ടാണ് തുടങ്ങിയത്. നമ്മളെ മുന്നതിൻ്റെ അകത്ത് കയറിയൊരു ചെങ്ങായി തല കുത്തനാണ് വന്നത്. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് മോന്തി കുത്തി വീണ്. അതിനെക്കൊണ്ട് പിന്നെ നമ്മൾ അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാണ്ട് നേരെ തന്നെയാണ് വന്നത്. ഇനിയിപ്പോൾ മോന്തി കുത്തി വീണിട്ട് അതിനൊന്നും ആവൂല. പിന്നെ നമ്മൾ അടുത്തതിൻ്റെ അകത്ത് കയറിയതാണ്. ഇതിൽ നമുക്ക് മെല്ലെ പിടിച്ചും കണ്ട് വരാം. മറ്റേ ഒറ്റ പോക്കും കൊണ്ട് പോകുന്നത് കഴിഞ്ഞു. അതിനോട് സ്പീഡിലാണ് എത്തിയത്. ഇതുവരെ റെയിനു നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഓനങ്ങോട്ട് കാണാനില്ല. അപ്പം നോക്കിയപ്പോഴാണ് ഓനുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി കാണി നിൽക്കണ. അവിടുന്നൊക്കെ സാറ് തണുത്ത് മരവിച്ചൊരു വകയായി നിൽക്കഴിഞ്ഞു. എന്നിട്ടും ഓളോട് തണുക്കുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറയണത്. വീട്ടിൽ പോവാണ്ട് ഓക്ക് ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന്. ഇവിടൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ്. ഇന്നാലും ഇവിടുന്ന് പോവൂലെന്ന് പറഞ്ഞു കണ്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നുണ്ട് മഴയൊക്കെ പെയ്യണ മാതിരി സ്നോഫോൾ ഇങ്ങനെ വരുന്ന. അങ്ങനെ നമ്മൾ അത് വരുന്ന അവിടേക്ക് പോയി കണ്ട് നിൽക്കുകയാണ്. ഇങ്ങൾക്ക് തന്നെ കാണാം അവിടെ ഇങ്ങനെ ഒരുമാതിരി ഫോഗൊക്കെ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അല്ലേലേ തണുത്തിട്ടിരിക്കണ നമ്മളടുത്തേക്ക് ഈ ഐസും കൂടി വന്നപ്പോൾ പിന്നെ പറയണ്ട. പക്ഷെ നല്ല രസമുണ്ട് കഴിഞ്ഞിട്ടോ അവിടുന്ന് ഇങ്ങനെ കളിക്കാനൊക്കെ. ഈ ഐസ് ഇങ്ങനെ വന്നും കാണും നിൽക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കഴിഞ്ഞു. എന്നാലും നമ്മൾ കൈ വിടാണ്ട് പിന്നെയും ഈ ഐസിൻ്റെ അകത്ത് തന്നെ കളിക്ക് കഴിഞ്ഞു. ഇതൊക്കെ പാടായപ്പോൾ നമുക്ക് തണുത്ത് ജാറൊക്കെ ഒരു വകയായപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിറക്കി കഴിഞ്ഞു. അവിടെ ഒരു റൂമുണ്ട്, അതിൽ നമ്മൾ കയറി നിൽക്കുക കഴിഞ്ഞ്. നമ്മളെപ്പോലെ അവിടെ കുറേ ആൾക്കാരുണ്ട് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നത്. ആറൂനൊക്കെ തണുത്തിട്ട് ഓക്കുമ്പോൾ അമ്മൻ്റെ ഡ്രസ്സ് കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കഴിഞ്ഞു കാലും കയ്യും ഒക്കെ. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പുറത്തുനിന്നുണ്ട് പാട്ടൊക്കെ. അങ്ങനെ ഞാനും റെനും കൂടി അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഇമ്മിയും സാറും ഒക്കെ പിന്നെ വരാ പറഞ്ഞ്. ഞാനും റെനും അവിടേക്ക് പോയപ്പോൾ ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിങ്ങാണ്ട് പാട്ടിട്ടിട്ട് നല്ല അടിപൊളി ഇനി ഉണ്ടായിരുന്നത്.
ഇതിപ്പോ ഇനി നമ്മൾ ഇഗ്ലൂന്റെ ഉള്ളിലാട്ടുള്ളത്. നമ്മള് ലൈറ്റ് ഉള്ളപ്പോ ഇഗ്ലൂന്റെ ഉള്ളിലേക്ക് പോയിഞ്ഞു, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. ഇതിൽ ലൈറ്റും ഒക്കെപ്പാടിയായിട്ട് നമ്മൾ മുഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി നിൽക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ചേരം അവിടെ നിന്നതിന്റെ വെച്ചാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് തന്നെ പോന്നേ. സാറിനൊക്കെ തണക്കുണ്ടേലും ഓളൊക്കെ സന്തോഷം കാണണോ. ഈ ഭീമിന്റെ ഒക്കെ തലയിലും മേത്തും ഒക്കെ മൊത്തം ഐസ് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇമ്മ അതൊക്കെ കാര്യമായിട്ട് പോക്കി കൊടുക്കണേ, എന്നിട്ട് അത് പോകണില്ല. അങ്ങനെ അവിടെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നോട് അവിടുന്ന് ഒരു കുട്ടി വന്നുങ്ങാണ്ട് ചോദിച്ച് ഡാൻസ് കളിക്കാൻ അറിയോ, ഡാൻസ് കളിക്കോ എന്നൊക്കെ ചോദിച്ചുങ്ങാണ്ട് ഇനിയും കൂട്ടി പോയതാണിത്. ഓൾക്ക് നല്ലോണം ഡാൻസ് കളിക്കാനൊക്കെ അറിയാം, എനിക്കൊരു തേങ്ങ അറിയില്ല. ഞാനവിടെ മൊയന്തിന്റെ വൈനാടെ പോയി കണ്ട് നോക്കി നിൽക്കേനി. നേരത്തെ ഞാനും റെനും മാത്രല്ലേ ഇഞ്ഞോ ഇഗ്ലൂൻ്റെ അടുത്തേക്ക് പോയിഞ്ഞത്. ഇപ്പൊ നമ്മൾ ഇമ്മനൊക്കെ കൂട്ടിങ്ങാണ്ട് പോവുകയാണ് അതിൻ്റെ ഉള്ളിലോട്ടേക്ക്. നമ്മൾ പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ ലൈറ്റ് ഇല്ല എന്ന് വിചാരിച്ച് പിന്നെ ലൈറ്റ് വന്നേ. അങ്ങനെ നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി ഇമ്മനൊക്കെ പിടിച്ചങ്ങാണ്ട് കയറ്റി. നമ്മൾ സാറു എല്ലാവരും കയറി. അവിടുന്ന് പിന്നെ നമ്മൾ ഈ റെഡ് ലൈറ്റിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഊതിങ്ങാണ്ട് കളിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇഗ്ലൂൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സാറുവിനാണല്ലോ പേടിച്ചിട്ട് ഓള് കരയിഞ്ഞു. ഓക്കെ ഇറങ്ങണം, പക്ഷേ ഇമ്മ ആദ്യം ഇറങ്ങി ഓളമ്മ തന്നെ എടുക്കും വേണമെന്ന്. നമ്മളതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴേക്ക് അമ്മക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞങ്ങാണ്ട് അവിടുന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇറങ്ങിക്കിട്ട് നമ്മൾ മാത്രമാണ് അവിടെ ഉള്ളതെന്ന് തോന്നണ. ഏതായാലും പോരല്ലേ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടുന്ന് കുറച്ച് സ്നോയൊക്കെ എടുത്തുങ്ങാണ്ട് കൈമ പിടിച്ചിക്കണേ. ഇവർക്കാണല്ലോ ഒടുക്കത്തെ തിരക്കൂട്ടൽ ഇങ്ങനെ അനൗൺസ് ചെയ്തോണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. വലിയ കാര്യത്തിലൊക്കെ കൈമ പിടിച്ച സ്നോ പുറത്തെത്തിയപ്പോ തന്നെ ഒറ്റയിടെല്ലാം അങ്ങോട്ട് ഇട്ട് അല്ലേലേ തണുത്തിട്ട് വെയ്യ. അതിന്റെ കൂടെ ഇതും കൂടി ആയിട്ട് ഒരുമാതിരി തണക്കിഞ്ഞു. പിന്നെ അത് നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തണുത്തിട്ട് നമ്മൾ വേഗം ഗ്ലൗസ് ഒക്കെ ഊരിങ്ങാണ്ട് അവിടെ ഒരു ഇത് ഉണ്ട് അതിൻ്റെ അകത്ത് കിട്ട്. പിന്നെ നമ്മൾ ജാക്കറ്റും ബൂട്ടും ഒക്കെ ഊരണം. ഇതാ ഞാൻ ബൂട്ട് എടുത്തുങ്ങാണ്ട് അവിടെ ഇതാ ഷൂസ് എഴുതിയോടുത്ത് കൊണ്ടേ ഇടുകയാണ്. മൂക്കൊക്കെ ഒരുമാതിരി തണുത്ത് മരവിച്ച് കിടക്കഴിഞ്ഞു. ഒരുമാതിരി ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുമാതിരി തണുത്ത് കിടക്കഴിഞ്ഞു. അവിടെ ഒരു ഹീറ്റർ ഉണ്ടായിരുന്നു, അത് വെച്ചുകൊണ്ട് നമ്മൾ കാലൊക്കെ ഇങ്ങനെ ചൂടാക്കുകയാണ്. തണുത്തിട്ട് ഒരു ഭാഗ്യം അയക്കണ്. പോരാത്തതിന് ആ ഷൂസിൻ്റെ ഉള്ളിൽ കൂടെ ഐസൊക്കെ കൂടി കാലിൻ്റെ അകത്തേക്ക് പോയിട്ട് ഒരവസ്ഥ തന്നെ. ഇതാ ഇവളെ കഴിഞ്ഞിട്ട് എന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചിഞ്ഞത്.
പിന്നെ അത് നമ്മൾ ആദ്യം കൊടുത്ത ചെരുപ്പൊക്കെ നമുക്ക് കിട്ടിക്കണ്, അതൊക്കെ എല്ലാവരും എടുത്തിടുകയാണ്. പിന്നെ അതഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തിട്ടോ. അവിടെ പുറത്ത് ഇങ്ങനെ മാനിനെയും പിന്നെ സ്നോമാനെ പോലത്തെ ഒരു സാധനത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിഞ്ഞു. അവിടുന്ന് സാറുവിന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ ഇനി അവിടുന്ന് പോരുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് ഗൈസ് ലംബോർഗിനി കണ്ടത്. ഓരതൊന്നായിട്ട് മറ്റേ കവർ ചെയ്ത് വെച്ചതേഞ്ഞു. പക്ഷേ നമ്മളിങ്ങനെ കണ്ടപ്പം വാ എന്നുള്ള ആ ഒരു ഇതിലേഞ്ഞു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോന്ന്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.